ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമുക്കിന്നൊരു തക്കാളി സോസ് ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മളൊരു 1/2 കിലോ തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കണം. നമ്മളെടുത്തേക്കുന്ന തക്കാളി നല്ലതുപോലെ പഴുത്തിട്ടുള്ള തക്കാളിയാണ്. അതുപോലെ നല്ലതുപോലെ മാംസമുള്ള തക്കാളി വേണം എടുക്കാൻ. അരി കുറവും മാംസമുള്ള തക്കാളി വേണം എടുക്കാൻ. ഇനി നമ്മളതിനെ അരിഞ്ഞത് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2-3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പട്ട എടുത്ത് അതിൽ ചേർത്ത് കൊടുക്കണം. പിന്നീട് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കുക്കറിനെ അടച്ച് വെച്ച് വേവിക്കാം. 3 വിസിൽ വരണം. അപ്പം 3 വിസിലൊക്കെ വന്ന് തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുമ്പം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളത് അരച്ച് കിട്ടിയതിനെ നമുക്ക് ഒരു പാനിലേക്ക് അരിച്ചൊഴിക്കാം. നല്ലപോലെ അരിച്ചൊഴിക്കണം. അതിനകത്ത് ഗ്രാമ്പൂവും പട്ടയൊന്നും അതൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളതൊന്നും അരച്ച് അങ്ങ് ചേർന്ന് പോയിട്ടില്ല. ഇനി നമ്മളത് അരിച്ചത് പാത്രത്തിലേക്ക് എടുത്ത് അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതി, അതുകൊണ്ട് 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ടിനി ഒരല്പം ഉപ്പ് ചേർക്കാനുണ്ട്. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. വേവിക്കുമ്പം ചേർത്താൽ ഇപ്പോൾ ചേർക്കണ്ട. അപ്പോൾ ഉപ്പും ചേർത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വിനാഗിരിയും ചേർത്ത് കൊടുത്തു. ഇതാണ് നമ്മൾ ചേർത്ത വിനാഗിരി. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി ഇതിനകത്ത് ചേരുവയായിട്ട് ചേർക്കാൻ. ഇനി നമ്മളിതിനെ ഇളക്കി നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി പൊടിയെല്ലാം കട്ട കുത്താതെ അതിലോട്ട് അങ്ങ് യോജിപ്പിച്ചെടുത്തിട്ട് നല്ലതുപോലെ കുറുക്കി അതിലുള്ള വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി കിട്ടണം. വറ്റിച്ച് അതിനൊരു സോസിനൊരു പാകമുണ്ടല്ലോ, ആ കട്ടി കിട്ടുന്നത് വരെ നമ്മളത് ഇളക്കി അതിനെ നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് അതൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് നമ്മൾ പാകമായോ എന്ന് നോക്കാൻ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ഓടി പോകുന്നില്ലെങ്കിൽ അതിൻ്റെ പാകമായെന്നർത്ഥം. പെട്ടെന്ന് ഒലിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ അതിനെ നമ്മൾ കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നമുക്ക് പാകമായിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ സോസിൻ്റെ പരുവം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്കതിനെ അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കണം. വാങ്ങി വെച്ച് തണുപ്പിച്ചിട്ട് വേണം കുപ്പിയിലൊക്കെ ഒഴിച്ച് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ അതിനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കണം. എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടെ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു കണ്ണാടി പാത്രത്തിലോട്ടോ നന്നായി തണുത്തിട്ട് വേണം കുപ്പിയിൽ ചേർക്കാൻ. ഇതിപ്പോൾ ഒരു ബൗളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, നല്ല പോലെ വന്നിട്ടുണ്ട്. അടിപൊളി സോസ്. ആ കടയിൽ നിന്നും മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് സോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഒരു പാടുമില്ല. നമ്മൾ തക്കാളി കുക്കറിലോട്ട് അരിഞ്ഞ് വേവിക്കുന്നു, അത് അരിച്ചെടുക്കുന്നു, അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എല്ലാം കണ്ടല്ലോ നമ്മൾ ചേർക്കുന്നു, കുറുക്കി അതിൻ്റെ പാകത്തിനെടുക്കുന്നു. അപ്പം നമുക്ക് അടിപൊളി സോസായി. ഇതിനകത്ത് മറ്റ് മായവും കെമിക്കലും ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അങ്ങനെ നമ്മുടെ വീട്ടിൽ മായം ചേരാത്ത അടിപൊളി തക്കാളി സോസ് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.